ചില നടിമാരെ നമ്മൾ അവരുടെ സിനിമ കണ്ടിട്ട് പറയും ഇവർ വലിയ നടിയാകും, വലിയ സ്റ്റാറാകും, ഇനി ഒരുപാട് ചിത്രങ്ങൾ ഇവർക്ക് കിട്ടുമെന്നൊക്കെ. പക്ഷേ ഒന്നും ആകാതെ പോയ കുറച്ച് നടിമാരുണ്ട്. നോക്കാം ആരാരൊക്കെയാണ്. ഇതിലാദ്യമായിട്ട് അപർണ നായർ. അപർണ നായർ കുറച്ച് ചിത്രങ്ങളിലൊക്കെ നായികയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ്. പക്ഷേ ഇവരെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. അതാണ് അവസ്ഥ. പിന്നുള്ളത് പ്രിയ വാര്യറാണ്. പ്രിയ വാര്യരുടെ ആദ്യത്തെ സിനിമ കണ്ടപ്പോൾ നമ്മൾ കരുതി ഈ കൊച്ചു വലിയ നടിയാവും, വലിയ താരമാവും എന്നൊക്കെ കരുതി. പക്ഷേ ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പ്രിയ വാര്യരെ കുറിച്ച് പറയുമ്പോൾ പ്രിയ വാര്യരെ തിരിച്ചറിയുന്ന എത്ര പേരുണ്ടെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അധികം ആരും കാണില്ല. അതാണ് അവസ്ഥ. സിനിമകളും കുറവാണ്. നായികയായിട്ട് സിനിമകളൊന്നും അധികം കിട്ടിയിട്ടുമില്ല. അടുത്ത നടി അഞ്ജു കുര്യനാണ്. അഞ്ജു കുര്യൻ ദിലീപിൻ്റെയും ഉണ്ണിമുകുന്ദൻ്റെയും അതുപോലെ ഫഹദ് ഫാസിലിൻ്റെ ഒക്കെ നായികയായിട്ടുള്ള നടിയാണ്. പക്ഷെ ഇവർക്ക് പ്രശസ്തി കിട്ടിയിട്ടില്ല. ഇവരുടെയൊക്കെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇവരെ തിരിച്ചറിയുന്ന ആളുകൾ കുറവായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ്. എനിക്ക് തോന്നുന്നില്ല ഇവർ മറ്റു നടിമാരെ ഒക്കെ പോലെ പ്രശസ്തി നേടിയിട്ടുണ്ടെന്ന്. ഇവരെ തിരിച്ചറിയുന്ന പോലെ ഇവർ വളർന്നിട്ടുണ്ടെന്ന്. അഞ്ജു കുര്യൻ എന്ന നടിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്നും അറിയത്തില്ലാത്ത ഒരുപാട് പേരുണ്ട്. അടുത്ത നടി പൃഥ്വിരാജിൻ്റെയൊക്കെ നായികയായിട്ടുള്ള ദുൽഖർ സൽമാൻ്റെ നായികയായിട്ടുള്ള ചാന്ദിനിയാണ്. ചാന്ദിനിക്കും വലിയ ഒരു സ്റ്റാർ ആവാൻ സാധിച്ചില്ല. 1-2 ചിത്രങ്ങളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് എന്നല്ലാതെ വലിയൊരു താരമായില്ല. നമ്മുടെ കാവ്യമാധവനെ പോലെ, നമ്മുടെ ദിവ്യോണിയൊക്കെ പോലെ ഇവർ വലിയ താരമായില്ല എന്ന് വേണം പറയാൻ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അമ്പിളി ദേവിക്കും വലിയൊരു താരമാകാൻ സാധിച്ചില്ല. നവ്യ നായരൊക്കെ കയറിപ്പോയപ്പോഴും അമ്പിളി ദേവിക്ക് പറ്റിയില്ല. അമ്പിളി ദേവി ഒരു ചിത്രത്തിൽ പൃഥ്വിരാജിൻ്റെ പെങ്ങളായിട്ടൊക്കെ അഭിനയിച്ച നടിയാണ്. അടുത്തത് നമ്മുടെ രമ്യ നമ്പീശനും ജയറാമിൻ്റെ ഒക്കെ നായികയായിട്ടുള്ള ഒരു നടിയാണ്. അവർക്കും പക്ഷേ ഒരുപാട് ചിത്രങ്ങളൊന്നും ലഭിച്ചില്ല. വലിയ സ്റ്റാറായില്ല. വിലക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നുള്ളത് രാധികയാണ്. റസിയ എന്ന കഥാപാത്രം ചെയ്ത ക്ലാസ്മേറ്റ് എന്ന സിനിമയിൽ റസിയ എന്ന കഥാപാത്രം ചെയ്ത രാധികയ്ക്കും വലിയൊരു സ്റ്റാർ ആവാൻ അല്ലെങ്കിൽ വലിയൊരു നായിക നടിയാവാൻ പറ്റി. പിന്നുള്ളത് നമ്മുടെ പ്രയാഗ മാർട്ടിനാണ്. പ്രയാഗ മാർട്ടിന് വലിയ താരമാകാൻ സാധിച്ചില്ല. 1-2 ചിത്രങ്ങളിൽ. ദിലീപിൻ്റെ വരെ നായികയായിട്ടുള്ള നടിയാണ് പ്രയാഗ മാർട്ടിൻ. പക്ഷേ വളർച്ചയുണ്ടായി.